ഇന്ന് ഡിസംബർ 31, 2025. 2025 ഇന്ത്യയിൽ നിന്ന് മാത്രം വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോയ ആൾക്കാർ മുടക്കിയ കാശെന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷം കോടി രൂപയോളമാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ് 2025 വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോയവരുടെ എണ്ണം കുറവാണ് എന്നുള്ളത്. എന്നിട്ട് പോലും 6 ലക്ഷം കോടിയോളം രൂപ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് പഠിക്കാനായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ലോകത്തിലെ തന്നെ ഒരു മികച്ച ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള ആൾക്കാർ പല വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് കാനഡയിലൊക്കെ പല യൂണിവേഴ്സിറ്റിയിലും ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള കനേഡിയൻസിനൊന്നും വേണ്ടാത്ത പല കോഴ്സുകളാണ് ഇന്ത്യയിൽ നിന്ന് ഇത്രയും കാശൊക്കെ മുടക്കി അവർ പഠിക്കുന്നത് പോലും. പലരും വിചാരിക്കുന്നത് ഇതൊന്നും അറിയാതാണ് സ്റ്റുഡൻസൊക്കെ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. അവർ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് റിസർച്ച് നടത്തുകയും ഇതിനെക്കുറിച്ച് മാക്സിമം അറിവുകൾ സമ്പാദിച്ചതിന് ശേഷമാണ് അവർ പഠിക്കാൻ പോകുന്നത് പോലും. ഇത്രയധികം കാശ് മുടക്കി എന്തിനാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ വിദേശ വിദ്യാഭ്യാസം തേടി പോകുന്നത്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചോദ്യങ്ങൾ മീഡിയയിലുള്ള ആൾക്കാർ ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അതിന് അവർ ഉത്തരവെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസം ഇതിലും മെച്ചമാക്കാൻ പോവുകയാണ്. വേറെ ലോകത്തെ ഒരിടത്തും ഇല്ലാത്ത പലതരം കോഴ്സുകളും പുതിയതായിട്ട് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആഡ് ചെയ്യാൻ പോകുകയാണ് എന്നൊക്കെയാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ഈ കോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഈ വിദേശ രാജ്യത്തേക്ക് പഠിക്കാനായിട്ട് ഇത്രയും കാശ് മുടക്കി പോകുന്നതെന്നുള്ളത്? പൊളിറ്റീഷ്യൻസൊക്കെ അറിഞ്ഞുകൊണ്ടൊരു കള്ളമാണോ പറയുന്നത്, അതോ അവരിതൊന്നും അറിയാതാണോ പറയുന്നത്? വിദേശത്ത് പഠിക്കാൻ പോയ ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം തന്നെ പറയുന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് ഒരു പഠിക്കാൻ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ രാജ്യത്ത് തുടരുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. അതായത് ഇപ്പോൾ കാനഡയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പഠനശേഷം PR കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ പല വെസ്റ്റേൺ കൺട്രീസിലും അവരുടെ പഠനശേഷം അവർക്ക് ആ രാജ്യത്ത് തുടരാനും അവിടെ വർക്ക് ചെയ്യാനും നല്ല രീതിയിലുള്ള ശമ്പളമൊക്കെ നൽകുന്ന രാജ്യങ്ങളാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് പല വിദ്യാർത്ഥികളും ഇന്ത്യയിലെ വിദ്യാഭ്യാസം വേണ്ട, വിദേശത്ത് പോയി പഠിക്കാമെന്നൊരു തീരുമാനം എടുക്കുന്നത് പോലും. നമ്മളെ നാട്ടിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാൽ പോലും ആ പഠനശേഷം അവർക്കൊരു ജോലി കിട്ടാനായിട്ട് നല്ല രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം ഇൻ കേസ് ജോലിയിൽ കയറിയാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം ബാക്കിയുള്ള ലോക രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ്. പലപ്പോഴും പലരും പറയാറുണ്ട് വിദേശ രാജ്യത്തെ ചിലവുകൾ കൂടുതലാണ്, അതുകൊണ്ടാണ് അവർ കൂടുതൽ ശമ്പളം തരുന്നതെന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാഭ്യാസത്തിന് കിട്ടുന്നൊരു ശമ്പളം നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അർഹമായിട്ടുള്ള ശമ്പളമാണോ എന്നും പലരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് IT-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 50,000 തൊട്ട് 1,00,000 രൂപയൊക്കെ ശമ്പളം ഉണ്ടെന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കാറുണ്ട് ഇത്രയധികം ശമ്പളം അവർക്ക് കിട്ടുന്നില്ലേ, അതൊരു നല്ല എമൗണ്ട് അല്ലേ എന്നൊക്കെ ഉള്ളത്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആ ഒരു IT ഫീൽഡിലോ അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണോ അവർ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിൽ എത്താനായിട്ട് നല്ല രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് സഹിച്ചും അതിൻ്റെ ആ കോളേജിൻ്റെ അത്രയും കഠിനമായിട്ടുള്ളൊരു പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവരെ ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് അവരെ സംബന്ധിച്ചിട്ട് തീർച്ചയായും തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് തന്നെയാണ്. മാത്രമല്ല അവർ പഠിച്ച ഫീൽഡിൽ അവരുടെ ജീവിത നിലവാരത്തിന് തക്കതായിട്ടുള്ളൊരു ചിലവുകൾ അതിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ഇന്ത്യയിലൊരു പഠനശേഷം വിദേശ രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ജോലി കിട്ടാനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ പഠനം പോലും വിദേശ രാജ്യത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ വിദേശ രാജ്യത്ത് പഠിക്കുന്നതിന് ഡിഗ്രിക്ക് കൂടുതൽ വാല്യൂ ഉണ്ട്, അതുമൂലം ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കൂടുതലാണ് എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത്രയധികം ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിന്നൊക്കെ മുടക്കിയിട്ട് അവർ വിദേശ രാജ്യത്ത് പഠിക്കാൻ ചൂസ് ചെയ്യുന്നത് പോലും. നമ്മുടെ നാട്ടിലെ നീതി ആയോഗ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ് നമ്മുടെ നാട്ടിലെ പുതിയ വിദ്യാഭ്യാസത്തിന് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അവരൊരിക്കലും വിദ്യാഭ്യാസം കഴിഞ്ഞ് നല്ല അർഹമായിട്ടുള്ള ശമ്പളം കിട്ടും എന്നുള്ളൊരു പ്രൊജക്റ്റൊന്നും അല്ല അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിന് പകരം കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സുകൾ വരികയും അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കോഴ്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെയാണ് അവർ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദേശ രാജ്യത്തേക്ക് പോകുന്നവരുടെ എണ്ണം കുറയുമെന്നാണ് ഗവൺമെൻറ്റും നമ്മുടെ കേന്ദ്ര സർക്കാരും ഒക്കെ വിശ്വസിക്കുന്നത്. വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് കാനഡയിലേക്കാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ US, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ്. ഈ രാജ്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ PR കൊടുക്കാൻ കൂടുതൽ സാധ്യതയുള്ള രാജ്യങ്ങളായതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് പോലെ ആ രാജ്യത്തെ കോളേജിൻ്റെ നിലവാരമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മഹിമയോ ഒന്നും കണ്ടിട്ടല്ല അവർ വിദേശത്തേക്ക് പോകുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ യൂറോപ്പിലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും ഇതിനേക്കാളും നിലവാരം കൂടിയ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ പല രാജ്യങ്ങളും അവിടെ നിൽക്കാനുള്ള ഒരു അന്തരീക്ഷമോ അല്ലെങ്കിൽ അവിടെ PR സാധ്യതയൊക്കെ കുറവാണ് എന്ന് കണ്ടിട്ടാണ് ഈ 4 രാജ്യങ്ങൾ മിക്ക ആൾക്കാരും പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത് പോലും.
കാനഡ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്താണ് കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നത്. അതിന് മുമ്പ് വരെ പ്രത്യേകിച്ച് കോവിഡിൻ്റെ 2020-2021 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് കാനഡ മാത്രമായിരുന്നു. ഈ 2025 കാനഡയുടെ സാധ്യതകൾ കുറഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാൽ പോലും വിദേശ രാജ്യത്തേക്ക് പോകുന്നവരുടെ കുത്തൊഴുക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊന്നും കുറഞ്ഞിട്ടേയില്ല. PR സാധ്യത ഏത് രാജ്യത്താണോ കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കി ആൾക്കാരിപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളുമാണ് ഇപ്പം സെലക്ട് ചെയ്യുന്നത് പോലും. നമ്മൾ ഇത്രയധികം എമൗണ്ടൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവർ പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പഠനശേഷം അവരൊരു ജോലി കയറിയതിന് ശേഷം ആ എമൗണ്ട് മുഴുവൻ വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ച് ഇന്ത്യയിലേക്ക് അവർ റീപേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ ഒരു രീതിയിലുള്ള കാശ് നാട്ടിൽ നിന്ന് എടുക്കാതെ തന്നെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ആ രാജ്യത്തേക്ക് അവർ സെറ്റിൽ ചെയ്യാറുണ്ട്. നമ്മൾ നാട്ടിലൊരു കേസ് നോക്കിക്കഴിഞ്ഞാൽ പലരും ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് തന്നെ 20-30 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു സെറ്റിൽമെൻറ്റ്. അത് എത്ര നല്ലൊരു ജോലിയുള്ളവർ പോലും സെറ്റിൽമെൻറ്റൊക്കെ എടുക്കാനായിട്ട് ഒത്തിരിയധികം സമയം എടുക്കുന്നുണ്ട്. എന്നാൽ വിദേശത്തൊക്കെ പെട്ടെന്ന് തന്നെ ആൾക്കാർ ഒരു നല്ല ആർഭാടമായിട്ടുള്ള ജീവിതം നയിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഇത്രയധികം ആൾക്കാർ വീണ്ടും വീണ്ടും വിദേശ രാജ്യത്തേക്ക് ഇത്രയും കാശ് മുടക്കിയിട്ട് പോലും പഠിക്കാനായിട്ട് പോകാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത്. പലരും പറയാറുണ്ട് ഇത്രയധികം കാശ് മുടക്കിയതുകൊണ്ട് വിദേശത്തൊക്കെ പോയി അവർ ട്രാപ്പായി എന്നുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം 10-25 വർഷമൊക്കെ നാട്ടിൽ നിന്നൊരാൾ വിദേശത്തേക്ക് പോയി ഒരു 2-3 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് വിദേശത്ത് പോയി അവർ ട്രാപ്പായത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം പറയുന്നത് 25 വർഷം നിന്നൊരു നാട്ടിൽ നിന്ന് ഒരു 2-3 വർഷം മാത്രം പോയിട്ടുള്ള രാജ്യത്ത് ഒരിക്കലും അവർക്ക് അവിടെ രാജ്യത്തെ രീതികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അവിടുത്തെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിൽ തീർച്ചയായും അവർ സ്വന്തം നാട്ടിലേക്ക് വരാൻ തന്നെ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഒരു രാജ്യത്ത് പോയി അവിടെ അവിടെ നിൽക്കുന്നത് അവിടെ ട്രാപ്പായി എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആ രാജ്യത്ത് എന്തോ അവർക്ക് അവിടെ നിൽക്കാനുള്ള എന്തോ ഒരു രീതിയിലുള്ള സാഹചര്യം, അത് പണമാവണമെന്നില്ല, എന്തെങ്കിലും അവർക്ക് സന്തോഷമോ സമാധാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കാം ആ രാജ്യത്തെ അവർ പിടിച്ചു നിർത്താനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നു. മറ്റ് പലരും പറയാറുണ്ട് വിദേശ രാജ്യത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീടും കാറൊക്കെ മേടിച്ച് അവരൊരു 10-30 വർഷമൊക്കെ ലോൺ അടച്ച് അവിടെ ട്രാപ്പായി നിൽക്കുകയാണെന്നുള്ളത്. പലരും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആർഭാടപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണത്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വിദേശ രാജ്യത്തൊക്കെ നമ്മുടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു 40% മാത്രമേ കാറ്, വീട് അങ്ങനത്തെ ഒരു ആർഭാട വസ്തുക്കൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ തത്വം പല ഇംഗ്ലീഷുകാരും അത് കൃത്യമായിട്ട് പാലിക്കാറുണ്ടെങ്കിലും പല മലയാളികളും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ശമ്പളത്തിൻ്റെ ഒരു 70-80% വരെ വീടും കാറും മറ്റുള്ള വസ്തുക്കൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പല ആൾക്കാർക്കും വിദേശ രാജ്യത്ത് വന്നതിന് ശേഷം വിദേശ രാജ്യം ഒരു രീതിയിലും കിട്ടുന്ന കാശ് മുഴുവൻ ഗവൺമെൻറ് കൊണ്ടുപോവാണ്, ബാങ്കിലേക്കൊന്നും മിച്ചം വരുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നു. ഇവിടെ വിദേശ രാജ്യത്തെ ഏതൊരു ജോലിക്കും ഒരു ബേസിക് ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മിച്ചം വരുന്ന കാശ് ബാങ്കിലേക്ക് ഇടാനും പറ്റും, ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നതാണ്. നമ്മൾ വിദേശ രാജ്യത്തൊക്കെ ഏറ്റവും കൂടുതൽ മറ്റൊരു കംപ്ലൈൻറ്റാണ് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ടാക്സൊക്കെ അവർ മേടിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം കാനഡയിലെ ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 13%. അത് നമ്മുടെ ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഉയർന്ന ഒരു ടാക്സ് എമൗണ്ട് തന്നെയാണ്. ഈവൻ US പോലും ഏകദേശം ഒരു 6% ഒക്കെയാണ് ടാക്സ് ഉള്ളത്. അതിൻ്റെ ഡബിളായിട്ടുള്ള ഒരു ടാക്സാണ് കാനഡ അവർ മേടിക്കുന്നത് പോലും. ബാക്കിയുള്ള ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ നോക്കുമ്പോൾ അവിടെ ഒന്നും ടാക്സുകളേ ഇല്ല. പക്ഷേ അതിന് പകരമായിട്ട് ഗവൺമെൻറ് നമുക്ക് തിരിച്ചു തരുന്ന ബെനിഫിറ്റ്സും കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് പോലത്തെ പരിപാടി ഉള്ളത് കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ജോലി നഷ്ടപ്പെടുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു ജോലി കണ്ടുപിടിക്കുന്നിടം വരെ ആ ഒരു ഫാമിലി പട്ടിണി കിടക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു ഫിനാൻഷ്യൽ ബർഡൻ വരികയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു പ്രിവിലേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പ്രിവിലേജൊക്കെ തരുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് അവർ കട്ട് ചെയ്യുന്ന ടാക്സിൻ്റെ ഒരു വിഹിതം മാറ്റി വെച്ചിട്ടാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഉദാഹരണം നമ്മൾ കണ്ടത് ഈ 2020 കോവിഡിൻ്റെ സമയത്ത് പല ആൾക്കാർക്ക് വന്ന് ജോലി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു വർഷത്തോളമാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ബെനിഫിറ്റ്സ് എല്ലാം പല ആൾക്കാർക്കും അവർക്ക് കിട്ടുകയും അവർക്കത് മാക്സിമം അവർക്ക് പ്രയോജനകരമായി തീരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2026 ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ മെച്ചപ്പെട്ട പ്രോഗ്രാം കൊണ്ടുവരികയും അതേപോലെ തന്നെ ആ ബിൽഡിങ്ങിലൊക്കെ ഫുള്ളി സെൻട്രലൈസ്ഡ് AC ഒക്കെ വെച്ചിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ പോലും 25 എത്ര പേരാണോ വിദേശത്ത് പോയത് അതിൻ്റെ ഡബിളോ ത്രിബിളോ പോകാനുള്ള സാധ്യതയാണ് എല്ലാവരും പ്രവചിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.